അറ്റൻഷൻ ടു ഓൾ പേരൻസ്, എസ്പെഷ്യലി സ്കൂൾ ഗോയിങ് കുട്ടികളുള്ള പേരൻസിന് തക്കാളിപ്പനി വീണ്ടും ശക്തി ആർജിച്ച് തിരിച്ചു വന്നിട്ടുണ്ട്. തക്കാളിപ്പനി അഥവാ ഹാൻഡ് ഫുഡ് മൗത്ത് ഡിസീസ് എന്ന് പറയുന്നത് ഇപ്പോൾ OPയിൽ വളരെ കൂടുതലായിട്ട് കാണപ്പെടുന്നു. ചെറിയ കുട്ടികളിലാണ് കാണപ്പെടുന്നത്. ചെറിയ കുഞ്ഞി കുരുക്കൾ, പരിക്കൾ വായുടെ ചുറ്റും, കയ്യിലും കാലിലും തൊടയിടുക്കിലും ഒക്കെയാണ് കാണപ്പെടുന്നത്. ഇതൊരു വൈറൽ ബാധയാണ്. അസഹനീയമായ ചൊറിച്ചിലും പനിയും ഇതിനോടൊപ്പം തന്നെ ഉണ്ടാകുന്നു. ചില കുഞ്ഞുങ്ങൾക്ക് വായിലെ പോളനുകൾ വരുന്നതിനെ തുടർന്ന് ഭക്ഷണം കഴിക്കാൻ ബുദ്ധിമുട്ട് കാണിക്കുന്നു. ചിലർക്ക് ജലദോഷവും ചെറിയ രീതിയിലുള്ള ചുമയും കഫക്കെട്ടും വയറിളക്കവും കാണിക്കുന്നുണ്ട്. ഇതൊരു വൈറൽ ബാധയാണെങ്കിൽ പോലും ഈ ലീഷൻസിൽ സെക്കൻഡറി ബാക്ടീരിയൽ ഇൻഫെക്ഷൻ വരുന്നതിനെ തുടർന്ന് അത് പൊട്ടി പഴുപ്പ് പോലെ വരികയും ചെയ്യുന്നുണ്ട്. ചില കുഞ്ഞുങ്ങൾക്ക് ഇതിനെ തുടർന്ന് ആന്റിബയോട്ടിക്സ് ഉപയോഗിക്കേണ്ടതായിട്ട് വരുന്നു. ഉറപ്പായിട്ടും സംശയാസ്പദമായ സാഹചര്യമാണെങ്കിൽ നിങ്ങളുടെ പീഡിയാട്രീഷ്യനെ കൊണ്ടുപോയി കാണിക്കണം. നിർജ്ജലീകരണം വരാതെ നോക്കണം. ഇടയ്ക്കിടയ്ക്ക് സിപ്പ് ഓഫ് വാട്ടേഴ്സ് കൊടുത്തുകൊണ്ടിരിക്കണം. കുഞ്ഞിന് ഇതിന് ഭക്ഷണം കഴിക്കാത്തൊരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ, നിർജ്ജലീകരണം വന്നാൽ അത് കൂടുതൽ ബുദ്ധിമുട്ടിലോട്ട് പോകുന്നതായിരിക്കും. അസഹനീയമായ ചൊറിച്ചിലുണ്ടാകും. മാന്തി പൊട്ടിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് വീണ്ടും ഇൻഫെക്ഷൻ വരാനും സാധ്യതയുണ്ട്. അപ്പോൾ സ്കിൻ സൂത്തനിങ് ഏജൻസ് ഉപയോഗിക്കാവുന്നതാണ്. അതിൽ സൂപ്പറാഡഡ് ഇൻഫെക്ഷൻ ഉണ്ടെങ്കിൽ ഡോക്ടർ പെരട്ടാനായിട്ട് ഓയിൻമെന്റ്സ് തരികയും ചെയ്യുന്നതായിരിക്കും. പനിയുള്ളവർക്ക് പാരസെറ്റമോൾ കൊടുക്കുകയും ചെയ്യാം. നിർബന്ധമായിട്ടും സംശയം തോന്നുകയാണെങ്കിൽ ഡോക്ടറെ കാണിക്കണം. കുഞ്ഞുങ്ങളെ കഴിവതും സ്കൂളിൽ വിടാതിരിക്കുന്നതായിരിക്കും നല്ലത്. കാരണം ഇത് മറ്റുള്ളവരിലേക്ക് പെട്ടെന്ന് പടരുകയും ചെയ്യും. ബിക്കോസ് ഈ സെക്രീഷൻസ് വഴിയാണ് ഇത് സ്പ്രെഡ് ആകുന്നത്. നമുക്കോ വന്നു നമ്മുടെ മക്കളിൽ നിന്ന് വേറൊരാൾക്ക് വരാതിരിക്കാൻ നമ്മൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുകയും ചെയ്യാം. വയറിളക്കമുള്ള കുഞ്ഞുങ്ങൾക്ക് നമ്മൾ സിങ്ക് കൊടുക്കേണ്ടതാണ്. ബിക്കോസ് അസാധാരണമായിട്ട് കണ്ടിന്യൂസ് വയറിളകുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഡോക്ടറെ കാണണം. ORS കൊടുക്കാവുന്നതാണ്. അതോടൊപ്പം തന്നെ സിങ്ക് കൊടുക്കുകയും ചെയ്യാം. താങ്ക്